നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ചേർന്ന് കൂടാരപ്പെരുന്നാൾ താബോർ മലയിൽ പ്രാർത്ഥനാനിരതരായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ചേർന്ന് കർത്താവ് താബോർ മലയിൽ കഴിഞ്ഞുകൂട്ടി. പത്രോസ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഉണർന്നപ്പോൾ കർത്താവിനോട് ചേർന്ന് 2 വ്യക്തികൾ നിൽക്കുന്നതായിട്ട് കണ്ടു. ഒന്ന് 1400 സംവത്സരം മുമ്പ് കടന്നുപോയ മോശയും 900 സംവത്സരം മുമ്പ് കടന്നുപോയ ഏലിയാവുമാണ്. എന്താണ് അവിടെ പറയുന്നത്? വരുവാനിരിക്കുന്ന കർത്താവിൻ്റെ അഷ്ടാനുഭവത്തെയും ക്രൂശുമരണത്തെയും കുറിച്ച് സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവർ സംസാര ശേഷിയുണ്ട്, ആലോചന ശക്തിയുണ്ട്, പ്രവർത്തന ശേഷിയുള്ളവരാണ് വാങ്ങിപ്പോയവർ. അവർ മറ്റുള്ള പത്രോസിന് കാണുവാൻ സാധിച്ചു. പത്രോസ് പറയണം, ഗുരു, ഞാൻ 3 കുടിലുകൾ ഉണ്ടാക്കാം, കൂടാരപ്പെടുന്ന സമയമാണ്. ഒന്ന് അങ്ങേക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാവിനും എന്ന് അവിടെ ചേർത്തിരിക്കുന്നതായി കാണുന്ന ശേഷിയുള്ള പ്രാർത്ഥന നിരതരാണ്. വാങ്ങിപ്പോയൊരു ഭവനതയിലില്ല എന്ന് ഓർപ്പിക്കുവാനും ഇവിടെ നമ്മുടെ ഈ അഭിലാഷം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറയുന്നതിന് കാരണം നമ്മുടെ പ്രാർത്ഥനകളിലും ദുഃഖ പ്രാർത്ഥനയിലും ബലി അർപ്പണയിലും ഒക്കെയും നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും അകൃത്യങ്ങൾ പരിഹൃതമാകാറുണ്ടെങ്കിൽ അത് പരിപൂർണമാകത്തുന്നു. ശിവസഭയുടെ പ്രാർത്ഥനയായി ചേർത്തിരിക്കുകയാണ്. ആദയനാം രൂപേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്നതിന് ബലിയാല് വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് എത്രയധികം പുണ്യം കിട്ടും എന്നാണ് നമുക്കറിയാം. അപ്പോൾ യാക്കോബ് ബലി ശപിച്ചു. പക്ഷേ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ മോശയുടെ കാലം വന്നപ്പോൾ രൂപേന് വേണ്ടി, ശപിക്കപ്പെട്ടവനായ രൂപേന് വേണ്ടി മോശ ബലിയും മൃഗബലി അർപ്പിച്ചു. അവിടെ പറയുന്നു, സജീവനായിരിക്കട്ടെ, ജീവിച്ചിരിക്കട്ടെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായി നമ്മുടെ ആശ്വസിപ്പിക്കട്ടെ. ഈ തീയതിയിൽ കാണുമ്പോൾ ഈ മകളുടെ ആശ്വാസം പറഞ്ഞ് സന്തോഷം അനുഭവിക്കുന്ന അനുഭവമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച താലന്ത് നന്നായി വേം ചെയ്തെന്ന് പറഞ്ഞ് വിശ്വസ്തയും കൊള്ളാവുന്നതുമായ ദാസി എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ ഈ അമ്മയ്ക്ക് ഇടവരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശേഷിക്കുന്ന കാലങ്ങളൊക്കെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കടപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്ക് ഓർക്കട്ടെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ സമുദായത്തിലെ ഒരു വൈദികർ എന്ന നിലയിൽ എല്ലാ വൈദികർക്കും വേണ്ടിയുള്ള അനുശോചനവും എൻ്റെ ഈ കുടുംബത്തിലെ ഒരു സഹോദരി, എൻ്റെ സഹോദര ഭാര്യ, എൻ്റെ ചേട്ടത്തി, ഞാൻ ചേട്ടത്തി എന്ന് വിളിക്കുമ്പോൾ ആ ചേട്ടത്തിയുടെ കുടുംബത്തിലേക്കുള്ളതായ ആ വരവിൽ, എൻ്റെ കുടുംബത്തിലേക്കുള്ളതായ ഈ വേർപാടിൽ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ എൻ്റെ കുടുംബത്തിനുള്ളതായ ചായൽ കുടുംബത്തിലുള്ളതായ അനുശോചനം അറിയിക്കുവാനും എൻ്റെ സമുദായത്തിലെ വൈദികരുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുവാനും ഇപ്പോൾ ഞാൻ ഈ അവസരം വിനിയോഗിക്കണം. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് തന്നെയാണ് മുടപ്പിലാക്കുന്നത് എൻ്റെ സഹോദരി അധാറാമ്മ പശ്ചിമ ഉണ്ടായിരുന്നത്. ആ അമ്മയുടെ കാലത്ത് ഈ സ്ഥലത്തൊക്കെ വരികയും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ വച്ചതിന് ശേഷം 1-2 പ്രാവശ്യം പിന്നെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സ്ഥലവും വഴികളും ഒന്നും ശരിയായിട്ട് അറിയാൻ പറ്റും. എങ്കിലും ഇവിടെ ഈ ഭരണദേശത്തൊക്കെ ഞാൻ കടന്നു വരികയും ചെറുപ്പം മുതൽ ഇവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലമൊക്കെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ളതായ അനുശോചനവും അറിയിക്കുവാൻ ഈ അവസരം ചെയ്തിട്ട് എല്ലാ വാക്കുകളും അവസരം ദൈവത്തിന് സന്ദീപങ്ങളുടെ ആശ്വാസം പ്രതിശാലി അമ്മയെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചോട്ടെ. എളിയ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ദുരിതം ലോകത്തിൽ ദൂതരുമൊന്നിച്ചാകണമേ, രക്ഷകനാകും മശിഹായേ, അബ്രഹാമിൻ മടിയിലവരെന്നേക്കുമേ സമമേൽക്കണമേ. ദൈവമേ, പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധപ്പെട്ടവരെ അനുഗ്രഹം ചെയ്യണമേ. അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. പരീക്ഷകളെ പ്രവേശിപ്പിക്കരുത്, വിപണികളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം നിനക്കുള്ളതാണ്. അറിയാമേ, നിനക്ക് സമാധാനം. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് ദൈവം തമ്മിലാണ് രക്ഷിക്കണമേ. പ്രകാരം ഈ ലോകാശുദ്ധമായ മത്സരക്കാരിൽ നിന്നും അദൃശ്യരായ അന്ധാരങ്ങളെ സംരക്ഷിച്ച നീതിമാന്മാരോടത്ത് രക്ഷാസാഹിത്യം എന്നെത്തുവാനും അവിടെ വിശുദ്ധന്മാരോട് വിശ്വസിക്കാനും സംഗതിയാക്കണമേ. ഓരോ
മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മുശിയാതമ്പുരാനേ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചു കൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിലോചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവനാ പ്രവർത്തിക്കപ്പെട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായിട്ട് സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതരം നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വഴിയായി ഞാൻ പോകും നേരങ്ങട്ടെ ഒരുനാദം ശ്രദ്ധിച്ചെന്നരികെ നീ നേറ്റം ഖേദം തോന്നും നിരതത്തെ എഴുതകളെ പല തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചാൻ കേടും എന്തിനേവോ സുന്ദരയോടെന്തിനു പാടിടും എന്നോ ചോദി മൂടാമിൻ
പാടിയിടും പൂവിനു തുല്യം പാദത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവ് ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സർവ ദേശസ്തോത്രം സ്തോത്രം ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിലൂടെ ആശ്വസിപ്പിക്കുകയും കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകളുടെ മുഖപ്രസന്നതയ്ക്കും ഇവിടെ അർഹയാക്കുകയും ചെയ്യണമേ. സമാധാനം കൈക്കൊള്ളുക കന്മഷമഹിലം മോചിക്ക ഇവിടെ വിധിക്കരുതേ നാഥ നിർമായൻ നീയേ അപരാധികളാഹിച്ചിടും നരകത്തിനിവലക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പൂകേണം അവരുടെ മേൽ തെല്ലില്ല അധികാരവും അവകാശമതും ബലവാനം ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യുന്നോനം സാക്ഷാൽ അവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ ഏകും സ്വർഗമഹാരാജ്യം അഞ്ചേണമരണത്തനാൽ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം നീളടീടും വിധിയോ തഞ്ചിടുന്നേ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമാത്തും ചാർത്തിയിടും സൂനോധനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിയിടും മുറിയോറാകെ മേലൈനോ കാന്തനു കാത്തൂരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സജീവനോ ധാനത്തിൽ വ്യാകുലലോകമാതേ ചിന്താ വിഷയമതായി ആദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയോർക്കൊരു ഞാൻ ശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയോ ആയിരത്തിലധികം നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു ദൂതൻ ചാരേ വന്നെന്നെ കൊണ്ടിക പോയി മതയമേടകളാൽ മതേചങ്ങൾ താഴിൻ വഴി മൂന്ന എന്നെ താടിച്ച ധാരതിനെ നിന്നോട് സത്യ നീ
പാടേണം പരിശുദ്ധന്മാരോ സ്തുതിഗീതം ഉന്നവനും മരുപോലും തന്നുയരും സുതനെന്നു ശരീര മകൾ പാടണമേ. പ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ഹല്ലേലൂയ. മുത്തുന്നു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ കാദിശോ താലേതൻ കൃപയിൽ ശരീരം ഭക്ഷിച്ചെന്നക്തമാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി ഞാനെന്നും മകൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാനെന്നും കർത്താരുളിന്നു മഹത്വം ഒരിയോറായ മേലൈനോദാരേ ഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ പുണ്യമാക്കണമേ. ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഭൗമികമായ എന്റെ ഈ ഭവനം കഴിഞ്ഞുപോയാൽ നിത്യമായ ഭവനം കൈപ്പണിയില്ലാത്ത ഒരു ഭവനം സ്വർഗത്തിലുണ്ട് എന്നുള്ളത് ഓർത്ത് പ്രത്യാശ വയ്ക്കുന്നുവെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പങ്ങളുടെ പർദീസയിൽ വിശുദ്ധന്മാരോടൊന്നിച്ച് അബ്രഹാമിയ വഴിയിൽ വിശ്രമിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദുഃഖത്തിലിരിക്കുന്നവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഈ സെന്റ് തോമസ് കുരിശുപള്ളിക്കുള്ള എല്ലാ അനുശോചനം പള്ളിക്ക് വേണ്ടി ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ചുംബനം നൽകണം. അതിനുശേഷം വിലാപയാത്ര പോകേണ്ടതായ ക്രമീകരണങ്ങള് വാഹനങ്ങൾ മുൻപിൽ നീങ്ങണം. അതിനുശേഷം ഏറ്റവും മുൻപിലായിട്ട് ഈ ആംബുലൻസ് കരുണ നിറഞ്ഞവനേ കൈ പിടിക്കല്ലേ, കൈ പിടിക്കാൻ കൊടുത്ത് സഹാ
ഷാള് മാറ്റണേ, ഷാള് മാറ്റി മൗൻ ഘട്ടത്തില് ഷാള് മാറ്റാൻ ഷാള് മാറ്റാൻ